നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് കഴിച്ചു നോക്കിയേ. ഇതന്നെയാണ് ഇഷ്ടമായത്. ഇഷ്ടമുള്ളത് കഴിച്ചു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ? അത് കഴിച്ചിട്ടുള്ള ചേച്ചിയുടെ മകളുടെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. 2019 മധുരം കഴിച്ചു തുടങ്ങിയാലോ? അതിനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് പേടയാണ്. അപ്പോൾ പുതുവത്സരത്തിൽ നിങ്ങൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള കോക്കനട്ട് പേട ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാൻ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡാണ്. ഫുഡ് കളറൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോൾ നാച്ചുറൽ കളർ എടുത്ത് വെക്കുന്നത്. പിന്നെ എടുത്ത് വെക്കുന്നത് ബിസ്ക്കറ്റാണ്. ഞാനൊരു ബ്രൗൺ കളറിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. അതൊരു 5 ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് വെക്കാണ്. ഞാനിപ്പോൾ 2 കളറാണ് എടുത്ത് വെക്കുന്നത്, പർപ്പിൾ കളറും യെല്ലോ കളറും. മുന്തിരി വെച്ചിട്ടാണ് ഞാൻ പർപ്പിൾ കളർ ഉണ്ടാക്കിയത്. പൈനാപ്പിൾ വെച്ചിട്ട് ഞാൻ യെല്ലോ കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് തേങ്ങാപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ട പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനയാനുള്ള അത്ര മതി. അതായത് ഒരു മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കുഴച്ച് വെക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി. മാവിൻ്റെ പരുവായിട്ടില്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്നൊഴിച്ച് കുഴച്ച് വെക്കാം. ഇപ്പം ഏകദേശം ഇത് കുഴയുന്നുണ്ട്. ഇത്ര മതിയാവും. നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒഴിച്ച് നോക്കിയിട്ട് അത് ഒരു പരുവത്തിനനുസരിച്ച്, ഒരു മാവ് നമുക്കിങ്ങനെ കുഴയ്ക്കാൻ പറ്റുന്ന രീതിക്ക് അനുസരിച്ചാകുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത് നിർത്തിയാൽ മതി. ഞാൻ 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കുഴച്ചത് ഒരു വൈറ്റ് കളറിലേക്കും പിന്നെ ഒരു ബ്രൗൺ കളറിലേക്കും വേണ്ടി എടുക്കാനാണ്. ഓറിയോ ബിസ്ക്കറ്റ് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ പൊടിച്ച് വന്നപ്പോൾ ബ്രൗൺ കളറായി. അതിൽ ക്രീമൊക്കെ കൂടി ഒഴിച്ചിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലേക്ക് 10 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം മാറ്റി വെച്ചാലും മതി. ഇനി നമുക്കിത് ഹാഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് വൈറ്റ് കളറിലായിട്ടുള്ള പേട ഉണ്ടാക്കാനും ഒന്ന് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുള്ളതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വയ്ക്കണേ. നാച്ചുറൽ കളറിലുള്ള പേട ഉണ്ടാക്കാനായിട്ട് ഞാൻ വീണ്ടും 1 കപ്പും കൂടി ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് വെച്ച് കുഴയ്ക്കാൻ പോവാണ്. നമുക്ക് 2 നാച്ചുറൽ കളറാണല്ലോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്, ഒന്ന് പർപ്പിളും ഒന്ന് യെല്ലോയും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കോക്കനട്ട് എടുത്തതാണ്. നമുക്കൊന്ന് ഒഴിച്ച് കുഴയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയ വൈറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ബോളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 3 ചെറിയ ബോളായിട്ട് ഞങ്ങൾ മാറ്റി വെച്ച് നോക്കണം. അത് ഞാൻ ഇത് വൈറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റും പിന്നെ നാച്ചുറൽ കളർ വരുന്ന ആ കളേഴ്സും കൂടി മിക്സ് ആക്കുമ്പോൾ ഒരു നല്ല വ്യത്യസ്തമായ പേടയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഈ വൈറ്റ് കൂടുതലെടുത്തത്. ബാക്കി ഒരളവിൽ ഞാൻ 3ഉം കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ് പൊടി ചേർക്കാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. കുഞ്ഞു പേടകളാണ് ഞാൻ ഉദ്ദേശിക്കണേ. കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാലോ, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് മുക്കിയെടുക്കാം. ഇപ്പം നോക്കൂ, നമുക്ക് ഓറിയോ ബിസ്ക്കറ്റും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു കളർ ആവണ വരെ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുഴച്ചെടുക്കാനുള്ള പാകത്തിന് നമുക്ക് കുറച്ചും കൂടി ഒരു മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ഞാനിത് കുഴച്ച് ഉറ്റെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ശ്രുതീസ് കുക്കറി സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേഗം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ.
ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് വേറെ ഉണ്ടെങ്കിൽ എളുപ്പമുള്ള ഷേപ്പ് റൗണ്ടോ അതോ റെക്റ്റാങ്കിളോ എന്ത് വേണമെങ്കിലും ആക്കി വെക്കാം. ബാക്കിയൊന്നും ബ്ലാക്കൊക്കെ ഞാൻ ഈ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വൈറ്റ് എടുത്തിട്ട് ഞാൻ ഈ ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ 5 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഈ 5 മാച്ച് ചെയ്തിട്ട് ഞാൻ ഇത് രണ്ടും കൂടിയിട്ട് ഒരു വ്യത്യസ്ത ഷേപ്പാക്കാണ്. ഞാൻ അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. ഇതിങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. നമുക്കതൊന്ന് ഉരുട്ടിയൊന്നും എടുക്കാം. ഇപ്പം ഞാൻ 5 ഈ ഷേപ്പിലാക്കി എടുത്തു. പർപ്പിൾ കളറിനായിട്ട് ഞാൻ മുന്തിരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ നാച്ചുറലായിട്ടുള്ള ഈ കളറാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ മുന്തിരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതെങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഒഴിച്ചു കൊടുത്ത് കളർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടാവും. ഈ പർപ്പിൾ കളർ കിട്ടാനായിട്ട് ഞാൻ ഗ്രേപ്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. മുന്തിരിയുടെ ഒരു രസമുണ്ട്. അതെന്ന് വെച്ചാൽ കളറും ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലിങ്ക് ഒന്ന് പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. മുന്തിരിയുടെ ഫ്ലേവറുള്ള പർപ്പിൾ കളറായിട്ടുള്ള പേട നമ്മുടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ലാസ്റ്റത്തെ ഈ മുന്തിരിയുടെ ഫ്ലേവറുള്ള പേട ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും നല്ല നമ്മളിപ്പോൾ നാച്ചുറൽ കളർ ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും നല്ല മുന്തിരിയുടെ ഫ്ലേവർ ഉണ്ട്. ലൈറ്റൊരു കളർ വന്നിട്ടുള്ളൂ എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയും മധുരമൊക്കെ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പം തന്നെയാണ് അതിൻ്റെ ഒരു, ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഡിസ്ക്രിപ്ഷൻ പോയി ഒന്ന് ചെക്ക് ചെയ്യുക ഈ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് വേഗം തന്നെ ഉണ്ടാക്കിക്കോ. പല നിങ്ങൾക്ക് ലഡുവിലോ എന്തിലും വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ആ ഫ്ലേവറും വന്ന് നല്ല ടേസ്റ്റാണ്. ബാക്കി കുഴച്ച് വെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഈ മാവിലേക്ക് ഞാൻ ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവറും കളറും കൊടുക്കാനായിട്ട് കുറച്ച് എടുത്തിട്ട് ആഡ് ചെയ്യാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴച്ച് നോക്കിയാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. ഞാൻ ഈ കോക്കനട്ട് പേട പല ഷേപ്പിലും പല കളറിലും പല ഫ്ലേവറിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കാണാനും ഇത് നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ ഇവിടെ ഉടനടി തന്നെ എല്ലാവരും കഴിച്ചു തീർത്തു. അപ്പോൾ ഈ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഈ സിമ്പിളായിട്ടുള്ള പേട നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസും എന്നെ മറക്കാതെ അറിയിക്കണേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ശ്രുതിസ് കുക്കറിയുടെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ പോലെ നിങ്ങളുടെ ഈ പുതുവർഷവും വ്യത്യസ്തമാർന്നതും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബായ്.